പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? യേശുക്രിസ്തു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവം. ആ കരുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ദിവസം നിങ്ങളത് അറിയുകയാണെങ്കിൽ ഒരു ഭയവുമില്ലാതെ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളിരിക്കും. ഇവിടെ മുഴുവനും മരങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുകയാണോ? അമേരിക്കയിൽ ഒരു വീടിന്റെ മുന്നിലുള്ള മരമാണിത്. പുറകിലും കുറെ മരങ്ങൾ കാണുന്നില്ലേ? വളരെ മനോഹരമായി മരങ്ങൾ വളർത്തി ഫലഭൂഷ്ടിയുള്ളതാക്കിയിരിക്കുകയാണ്. ഈ അമേരിക്ക രാജ്യത്തിലെ അനേകം വീടുകളിലെ മരങ്ങളിൽ ഇത് കണ്ടോ, ഒരു ചെറിയ കൂട് തൂക്കിയിട്ടിട്ടില്ലേ? അതിൽ വെള്ളം ഒഴിച്ചു വെക്കും, ചിലര് അതിൽ ധാന്യങ്ങൾ ഇട്ടുവെക്കും. അതിന്റെ കാരണം, പറവകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവ ഇവിടെ വന്ന് ഈ ധാന്യങ്ങൾ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് പോകും. അതായത് ഒരു ബന്ധവുമില്ലാത്തൊരു കുരുവി. ഈ വീടിനും അതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പക്ഷി. അപ്പോൾ അതിനും ആഹാരവും വെള്ളവും വെക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു. ഇത് പതിവായി എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ പക്ഷികൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചു പോകുന്നു. ഒരു കരുതൽ, അതായത് മീവൽ പക്ഷിക്കുഞ്ഞുങ്ങളോടും ദൈവത്തിനുള്ള കരുതൽ. അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനും അറിയുന്ന ദൈവം നിങ്ങളെയും കാത്തു സൂക്ഷിക്കില്ലേ? നിങ്ങളെയും പരിപാലിക്കില്ലേ? നിങ്ങളുടെ മേൽ എത്ര സ്നേഹവും കരുതലുമുള്ള ദൈവമാണ് യഹോവ. എന്തിനാണ് ആവശ്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത്? ഈ പക്ഷികൾ ആവശ്യങ്ങളെക്കുറിച്ച് വിഷമിക്കുമോ? ഭക്ഷണത്തിന് എന്ത് ചെയ്യും, വെള്ളത്തിന് എന്ത് ചെയ്യും എന്ന് വിഷമിക്കുമോ? ഇല്ല. ആരെക്കൊണ്ടോ എങ്ങനെയോ ദൈവം പോഷിപ്പിച്ച് നടത്തുന്നില്ലേ? അതേപോലെ നിങ്ങളെയും നടത്തും. ശരി, ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. എന്താണെന്നറിയാമോ? യിരെമ്യാവ് 1-8 നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മെ കാക്കുന്നതിൽ കരുതലുള്ള ദൈവം. നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ സുരക്ഷിതമായി അവരെത്തിച്ചേരണമെന്ന് ഉത്കണ്ഠയോടുകൂടി അവരെ അയക്കുന്നു അല്ലേ? വൈകുന്നേരം താമസിച്ചാൽ ഉത്കണ്ഠയോടെ പ്രാർത്ഥിക്കുന്നു, എന്റെ കുഞ്ഞ് സുരക്ഷിതമായി തിരിച്ചു വരണമേ എന്ന് പറയുന്നു. നിങ്ങളുടെ കുടുംബം പുറത്തെങ്ങോട്ടെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ അവർ ഭദ്രമായി തിരിച്ചു വരണമേ എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട്? ലോകത്തിൽ പലതരത്തിലുള്ള ആപത്തുകളുണ്ട്, വിപത്തുകൾ നടക്കുന്നു. മനുഷ്യരുണ്ടാക്കുന്ന ആപത്തുകൾ, പ്രകൃതിയിൽ ഉണ്ടാവുന്ന ആപത്തുകൾ, എത്രയോ വിധത്തിലുള്ള ആപത്തുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഓരോ ദിവസവും നാം സംരക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്ന് മറക്കാൻ പാടില്ല. അപ്പോൾ ദൈവം പറയുന്നു, നിന്നെ കാക്കുവാനായി ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ കൂടെയുണ്ടല്ലോ, നിനക്ക് രക്ഷയുടെ സന്തോഷത്തെ തരുന്നു എന്ന് മാത്രമല്ല, ആപത്തിൽ നിന്ന് അകറ്റി നിന്നെ സംരക്ഷിക്കും എന്ന് ദൈവം പറയുന്നു. അടുത്ത കാലത്ത് പല വിമാന അപകടങ്ങൾ, വിമാനത്തിലെ ചില തകരാറുകൾ, പെട്ടെന്ന് വിമാനത്തിന്റെ പ്രവർത്തനം തകരാറിലായി വിമാനത്തെ തറയിലിറക്കി എന്നൊക്കെ പല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അതിനാൽ വിമാനയാത്ര പലർക്കും ഒരു ഭയമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ പകുതിയും യാത്രയിലായിരിക്കും. പലപ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായ സ്ഥിതി ഉണ്ടാവാറുണ്ട്. പല സന്ദർഭങ്ങളിലും ദൈവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ സൗത്ത് കൊറിയയിൽ പോയി തിരിച്ചു വരുമ്പോൾ സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെതായ സിംഗപ്പൂർ വിമാനം, അതിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം 30,000 അടി ഉയരത്തിൽ പറക്കുന്നു. സ്ക്രീനിൽ അതെല്ലാം കാണിക്കും, സ്പീഡ് എത്രയാണ്, ഉയരം എത്രയാണ് എന്ന്. പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് കടകടാന്ന് ശബ്ദമുണ്ടായി. വിമാനം പെട്ടെന്ന് താഴേക്കിറങ്ങി. താഴേക്ക് കടകടാന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ 10,000 അടി താഴേക്കിറങ്ങാണ്. ഒരു മിനിറ്റ് കൊണ്ട് 10,000 അടി താഴേക്കിറങ്ങുമ്പോൾ എങ്ങനെയുണ്ടാവും? എല്ലാവർക്കും മരണഭയം, ഹൃദയം പുറത്തേക്ക് ചാടിയ പോലെ ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നത്ര തന്നെ ഞങ്ങളുടെ ഓട്ടം അന്നത്തോടുകൂടി അവസാനിച്ചു എന്ന് ഞാൻ പോലും വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞു നിന്ന് വീണ്ടും പറക്കാൻ ആരംഭിച്ചു. നോർമലിലേക്ക് വരാൻ ആരംഭിച്ചു. കുറേ നിമിഷത്തേക്ക് എല്ലാവരും ശാന്തരായിരുന്നു. ഒരു ശ്മശാന മൂകത എന്ന് പറയുന്നത് പോലെ. അപ്പോഴാണ് പൈലറ്റ് സംസാരിച്ചത്. ഇതുപോലൊരു പ്രശ്നമുണ്ടായി, നമ്മളത് തരണം ചെയ്തു എന്ന്. അതുപോലെയുള്ള ആപത്ത്. ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അമേരിക്കയിലേക്ക് വന്നപ്പോൾ ലോസ് ഏഞ്ചൽസ് എന്ന പട്ടണം, അത് വലിയ പട്ടണമാണ്, അതിന്റെ മേൽ വിമാനം പറക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഗംഭീരമായ ഒരു പട്ടണമാണ്. പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. പുറപ്പെട്ട വിമാനം അങ്ങനെ തിരിഞ്ഞ് ചരിഞ്ഞ് വന്ന വഴിക്ക് തന്നെ തിരിയുന്നത് ഞാൻ കണ്ടു. അതുപോലൊരു ചുഴലിക്കാറ്റായിരുന്നു അത്. വിമാനം ഇങ്ങനെ ചെരിയുന്നു, തിരിയുന്നു. ഞാനപ്പോൾ ജനലിന്റെ അടുത്താണ് ഇരുന്നത്. എന്റെ ഒരു സുഹൃത്തും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷ അവസാനിക്കാൻ പോകുന്നു ബ്രദർ, ദൈവത്തിന്റെ അടുത്തേക്ക് പോവാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ തോതിലൊരു ഭീകരമായ അവസ്ഥ. പക്ഷേ പെട്ടെന്നെല്ലാം നോർമലായി. വീണ്ടും വട്ടം കറങ്ങി വിമാനത്തെ നോർമലായി താഴേക്കിറക്കി. എപ്പോൾ എങ്ങനെ ആപത്തുണ്ടാകുമെന്ന് അറിയില്ല. അത് കാറ്റുകൊണ്ടുണ്ടാവാം, പെട്ടെന്ന് പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുണ്ടാവാം, പലതരം ആപത്തുകൾ.
അപ്പോൾ ദൈവം പറയുന്നു, നിന്നെ കാക്കുവാനായി ഞാൻ കൂടെയുണ്ട്. ദൈവം എന്റെ കൂടെയുള്ളതുകൊണ്ടാണ് ഇതുവരെ എന്നെ സംരക്ഷിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കഴിവോ എന്റെ ഭക്തിയോ അല്ല, ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കൂ. എത്രയോ ആപത്തുകൾ. കാർ അപകടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു, ബസ് അപകടത്തിൽ നിന്നും, ട്രെയിൻ അപകടത്തിൽ നിന്നും, എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് നന്ദി പറയൂ. വിശ്വസിക്കൂ, യേശുവേ അങ്ങെന്നെ കാക്കുന്ന ദൈവമാണ്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ ഭയപ്പെടില്ല എന്ന് ധൈര്യമായിരിക്കൂ. എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും ദൈവമേ അങ്ങെന്നെ സംരക്ഷിക്കാനായി എന്റെ കൂടെയുണ്ട്, ഞാൻ അങ്ങയുടെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടു പോകൂ. നിങ്ങൾ സന്തോഷത്തോടെയും സുരക്ഷിതമായും തിരിച്ചു വരും. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ അങ്ങെന്നെ കാക്കുന്ന ദൈവമാകുന്നു. എന്റെ പോക്കിലും വരവിലും രാവും പകലും എല്ലാ അവസ്ഥയിലും കാത്തു സൂക്ഷിക്കുന്ന ദൈവമാകുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുകയില്ല. അങ്ങന്റെ കൂടെ ഉണ്ടായാൽ മതി പിതാവേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ